നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് പറയുന്നത് ആരെയും സുഖിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് ലൈക്കും ഷെയറും നല്ല കമൻസും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിലും അത് പ്രതീക്ഷിച്ച് പരിപാടികൾ അവതരിപ്പിക്കാറുമില്ല, കിട്ടാറുമില്ല. അത് വേറെ കാര്യം. കശ്മീരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 10 വർഷത്തിനുള്ളിലെ ആദ്യത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പാണ് ഈ മാസം 1 കഴിഞ്ഞത്. ഇനി ഫലമറിയാനുള്ള കാത്തിരിപ്പാണ്. ഈ കാത്തിരിപ്പിനിടയിൽ കശ്മീരിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം കേന്ദ്ര സർക്കാർ 2019 കശ്മീരിൻ്റെ പ്രത്യേക സ്വയംഭരണാധികാരം എടുത്തു കളയുകയും അതിൻ്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കുകയും ചെയ്തതിനു ശേഷം നടക്കുന്ന ആദ്യ പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഇതിൻ്റെ ഫലത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ തങ്ങളുടെ പൂഴിക്കടകൻ തന്നെ പ്രയോഗിച്ചതാണ് ഇത്തവണ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നോർക്കണം. അതിന് അവർക്ക് കിട്ടിയ പൂഴിക്കടകനായിരുന്നു കശ്മീരിലെ ജമായത്തെ ഇസ്ലാമി. പതിറ്റാണ്ടുകളായി അവിടെ ജമായത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അവർ നിലപാട് മാറ്റി വോട്ടിനായി വീട് തോറും കറങ്ങി നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. ദശാബ്ദങ്ങളായി ഇന്ത്യയുടെ ജനാധിപത്യ ഭരണത്തെ നിരാകരിച്ച ഇസ്ലാമിക സാമൂഹിക മതസംഘടനയാണ് കശ്മീർ ജമായത്തെ ഇസ്ലാമി എന്ന് നമ്മൾ ഓർക്കണം. കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുന്നതിന് വേണ്ടി പോരാടിയ സായുധ പ്രസ്ഥാനങ്ങൾക്ക് വാസ്തവത്തിൽ തുടക്കമിട്ടത് ജമായത്തെ ഇസ്ലാമിയായിരുന്നു. ഈ തിരികൊളുത്തലായിരുന്നു പിന്നീടുണ്ടായ എല്ലാ ഭീകരപ്രവർത്തനങ്ങളുടെയും തുടക്കമായതെന്ന് ഞാൻ പറയും. അങ്ങനെയാണ് ഭീകരവിരുദ്ധ നിയമപ്രകാരം ജമായത്തെ ഇസ്ലാമിയെ നിരോധിക്കുന്നതും തുടർന്ന് പാർട്ടിയുടെ സായുധ വിഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഹിസ്ബുൾ മുജാഹിദീൻ എന്ന വിമത സംഘടനയുടെ കീഴിൽ 1990 ജമാഅത്ത് സായുധ കലാപത്തിന്റെ ഉറവിടമായി പ്രത്യക്ഷത്തിൽ തന്നെ മാറുകയായിരുന്നു. പക്ഷേ 8 വർഷങ്ങൾ കഴിഞ്ഞ് 1998 നവംബറിൽ ജമാഅത്ത് തങ്ങളുടെ കടുത്ത നിലപാടുകളിൽ നിന്നും അകലുന്നതായി പ്രഖ്യാപിച്ചു. ഒരു കാലത്തും ഒരു നിലപാടിനും ഉറച്ചു നിൽക്കാത്ത ഒരു സംഘടനയാണ് ജമായത്തെ ഇസ്ലാമി എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അത് കേരളത്തിലായാലും കശ്മീരിലായാലും അതിന് വ്യത്യാസമൊന്നുമില്ല. പണ്ട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കരുതെന്ന് മാത്രമല്ല, സർക്കാർ ഉദ്യോഗങ്ങൾ വരെ പാടില്ലെന്നായിരുന്നു ജമായത്തെ ഇസ്ലാമിയുടെ നിലപാട്. ആ നിലപാട് വിശ്വസിച്ച് തങ്ങളുടെ സർക്കാർ ഉദ്യോഗങ്ങൾ വരെ ത്യജിച്ച എത്രയോ പാവം പ്രവർത്തകരുണ്ടായിരുന്നു. പിന്നെ നിലപാട് മാറി. ഒരു കാലത്ത് തങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായി സിമിയെ വളർത്തി അവരിൽ ഫണ്ടമെന്റലിസത്തിന്റെ വിത്ത് പാകി പിന്നെ അത് ടെററിസമായി വളർന്നപ്പോൾ സിമി ജമായത്തെ ഇസ്ലാമിയുടെ കൈപ്പിടിയിൽ നിന്നും പോയി. അപ്പോൾ അതിനെ തള്ളി പറഞ്ഞതും നേതാക്കളുടെ ഈ നിലപാട് മാറ്റമായിരുന്നു. പണ്ട് കശ്മീരിലെ ജമായത്തെ ഇസ്ലാമിയും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും ബാന്ധവത്തിലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സമ്മേളനങ്ങളിൽ പണ്ടൊക്കെ കശ്മീർ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. നിഷേധിക്കാൻ സാധ്യമല്ല. പക്ഷേ അതും കൈപ്പിടിയിൽ നിന്ന് പോയപ്പോൾ അതിനെ തള്ളി പറഞ്ഞതും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറ്റം തന്നെയായിരുന്നു. വർഗീയത എന്ന ഭൂതത്തെ കുടത്തിൽ നിന്ന് പുറത്തു ചാടിച്ച് പിന്നെ തിരശ്ശീലയ്ക്ക് പിറകിലിരുന്ന് കളി കണ്ട് രസിക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ എക്കാലത്തെയും നിലപാട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ല എന്ന് പറയുമെങ്കിലും അവരുടേതായ പത്രം മാധ്യമം ഇറങ്ങിയ കാലത്ത് അല്പവസ്ത്രധാരികളായ സ്ത്രീകളുടെ ഫോട്ടോ പത്രത്തിൽ കൊടുക്കരുതെന്നായിരുന്നു നിലപാട്. പിന്നെ അത് മാറി. മീഡിയ വൺ ഇറങ്ങുന്നതുവരെ മാറുമറക്കാത്ത സ്ത്രീകളെ കാണുന്നത് നിഷിദ്ധമായിരുന്നെങ്കിൽ മീഡിയ വൺ വന്നതോടെ അതും പോയി. മീഡിയ വൺ വന്നതോടെ അത് കാണുക മാത്രമല്ല കാണിക്കാം എന്നുമായി. അങ്ങനെ എവിടെയും ഒരു നിലപാടിലും ഉറച്ചു നിൽക്കാത്ത ഒരു സംഘടനയാണ് ജമായത്തെ ഇസ്ലാമി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ തോന്നലായിരിക്കാം, ക്ഷമിക്കുക. ഏതായാലും കശ്മീരിൽ ഇപ്പോൾ നടക്കുന്നത് അതാണ്. പക്ഷേ കശ്മീരിൽ 67 മുതൽ 87 വരെ അവർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുമുണ്ട് എന്നോർക്കണം. പിന്നെയാണ് നിലപാട് മാറുന്നത്. ഇപ്പോൾ പാർട്ടി വീണ്ടും ഒരു യു-ടേൺ അടിക്കുമ്പോൾ ചിലരെങ്കിലും ഇതിനെ ഒരു അവസരവാദമായി കാണുന്നുണ്ട് എന്നത് നിഷേധിക്കാനാവില്ല. അതിന് അവിടുത്തെ ജമാഅത്ത് നേതാക്കൾ പറയുന്ന ന്യായീകരണം ഇതാണ്: ഇത് നിരാശാജനകമായ സമയമാണ്. ചിലപ്പോൾ വോട്ട് ചെയ്യാതിരിക്കുന്നത് തന്ത്രത്തിന്റെ ഭാഗമാണ്. ചിലപ്പോൾ വോട്ടിംഗ് നമ്മുടെ അവകാശങ്ങൾ വീണ്ടെടുക്കാനുള്ള അവസാന ഓപ്ഷനായും മാറും. കശ്മീരിലെ ഈ നിലപാട് മാറ്റം വാസ്തവത്തിൽ ഒരു വിരോധാഭാസമാണെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ ഇപ്പോഴത്തെ ഒരു വിമത നേതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്:
37 വർഷത്തെ രാഷ്ട്രീയ പോരാട്ടം ഭാഗികമായി ഇല്ലാതാക്കാനാണ് അവർ ഇപ്പോൾ നിലകൊള്ളുന്നത്. പഴയ നിലപാടിന്റെ പേരിൽ പോരാടിയവരും അതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടവരും ഒരു ഭാഗത്ത്, അധികാരം മോഹിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ മറുഭാഗത്തും. അപ്പോൾ പഴയ നിലപാടിന്റെ പേരിൽ ദുരിതമനുഭവിച്ചവരോട്, കൊല്ലപ്പെട്ടവരോട്, രക്തം ചിന്തിയവരോട് നിങ്ങൾ എന്ത് സമാധാനം പറയും? ഈ ചോദ്യം ചോദിക്കുന്ന ഇയാൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് വിമതരെങ്കിലും ഇയാൾ ഉയർത്തുന്ന ഈ ചോദ്യം പ്രസക്തമാണ്. കാരണം ഇപ്പോഴും അവിടെ 300-ലധികം ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും പ്രവർത്തകരും ജയിലിലാണ്. അവരുടെ വീടുകൾ റെയ്ഡ് ചെയ്യുകയും സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ വർഗീയ വിഷം കുത്തിവെച്ച് ദുരിതക്കയത്തിലേക്ക് അവരെ തള്ളിവിട്ട് ഇപ്പോൾ നിലപാട് മാറ്റി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെയായാലും ഇത്തരത്തിലുള്ള നിലപാട് മാറ്റങ്ങളെക്കുറിച്ചുള്ള സാധാരണക്കാരുടെ ചോദ്യങ്ങൾക്ക് അവർ പറയുന്ന മറുപടി ഇതാണ്: വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? പക്ഷെ ഇത്തരത്തിലുള്ള അടിച്ചിരുത്തലുകൾക്കപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ട്. കശ്മീരിൽ വർഗീയതയും വിഘടനവാദവും ആദ്യമായി വളർത്തിയത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു. അത് വർഗീയതയെ ആത്മവഞ്ചന കൂന്നുവടിയാക്കാതെ നിഷ്പക്ഷമായി ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോഴത്തെ മിക്കവാറും എല്ലാ ഇസ്ലാമികം എന്നതിനെ പറയാൻ പറ്റില്ല, അനിസ്ലാമികമാണത്. കാരണം ഇസ്ലാം ഒരിക്കലും ഭീകരപ്രവർത്തനം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം മാത്രമല്ല, ഒരു മതവും ഭീകരവാദം അംഗീകരിക്കുന്നില്ല. അത് വേറെ കാര്യം. ഹിസ്ബുൾ മുജാഹിദിന്റെയും പാക് അധീന കശ്മീരിൽ നിന്നുള്ള യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെയും തലവനായിരുന്ന സയ്യിദ് സലാഹുദ്ദീൻ ആരായിരുന്നുവെന്ന് നിങ്ങൾ ഓർക്കണം. 1987 വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്നു ഇയാൾ. ഓൾ പാർട്ടി ഹൂറിയത്ത് കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഒരു വിഭാഗത്തെ നയിച്ച സയ്യിദ് അലി ഷാ ഗീലാനിയും ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്നു. പിന്നീടാണ് ഇയാൾ സായുധ പോരാട്ടത്തിന്റെ നേതാവായി മാറുന്നത്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം മറന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമാഅത്ത് നേതാക്കളും തമ്മിൽ നിരവധി റൗണ്ട് ചർച്ചകൾ നടന്നത്. ജമാഅത്തിനോട് ആത്മവിശ്വാസത്തിന്റെ പ്രകടനമായി വോട്ട് രേഖപ്പെടുത്തണം എന്നാണത്രേ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. അതേറ്റെടുത്താണ് അവർ ഇപ്പോൾ സ്വതന്ത്രരായെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അനുരഞ്ജനത്തെക്കുറിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾക്ക് വേണ്ടത്. തീവ്രവാദികളാലോ ഇന്ത്യൻ സൈന്യത്താലോ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ അമ്മമാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത് എന്നാണ് ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ ന്യായീകരണം. ഈ വിവേകം, ഈ അനുരഞ്ജനത്തിന്റെ രാഷ്ട്രീയം കുറച്ചു മുമ്പുണ്ടായിരുന്നെങ്കിൽ എത്രയോ ജീവനുകൾ ഇവിടെ വെടിയേറ്റ് പൊലിഞ്ഞു പോകുമായിരുന്നില്ല എന്നോർക്കണം. പക്ഷേ ഇപ്പോഴത്തെ ഈ അനുരഞ്ജനം ആർക്ക് വേണ്ടി എന്നതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പുനരധിവാസം അനിവാര്യമായ പാർട്ടിയെ സംരക്ഷിക്കാനുള്ള ശ്രമം എന്നാണ് കശ്മീർ സർവകലാശാലയിലെ സോഷ്യൽ സയൻസ് വിഭാഗം തലവനായിരുന്ന പ്രൊഫസർ നൂർ മുഹമ്മദ് ബാബ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള ജമാഅത്തിന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ഇത് സത്യവുമായിരിക്കാം. നിൽക്കക്കളിയില്ലാത്ത പാർട്ടിയുടെ അവസാന പിടിവലിയായിരിക്കാം ഈ ഓഫർ. പക്ഷേ ഉളുപ്പില്ലാതെ ഈ ഓഫർ സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ വാസ്തവത്തിൽ വിജയിക്കാനല്ല, മറിച്ച് BJPയെ വിജയിപ്പിക്കാനാണ് ഈ ഓഫർ സ്വീകരിക്കുന്നത്. കാരണം നിരോധിത സംഘടന എന്ന നിലയിൽ അവർക്ക് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താനാവില്ല. പിന്നെയുള്ളത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി അവർക്ക് വോട്ട് ചെയ്യുകയാണ്. അതാണിപ്പോൾ നമ്മൾ അവിടെ കണ്ടത്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്ന ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 20% വോട്ട് പിടിച്ചാൽ അവിടെ ജയിക്കുന്നത് മിക്കവാറും BJP സ്ഥാനാർത്ഥികളാകും. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും ഇത് സമ്മതിക്കുന്നുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പരിഹാസ്യമായ വിരോധാഭാസം എന്നുകൂടി നമ്മൾ ഇത്തവണത്തിൽ ഓർക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കാളിത്തം തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണം ചെയ്യുമെന്ന് സമ്മതിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഖലീൽ മുള്ള പറയുന്നുണ്ട്, ശരിയാണ്, BJPക്ക് പ്രയോജനം ലഭിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ സ്വന്തം ആളുകളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇതാണ് ന്യായം. അപ്പോൾ പിന്നെ
എന്തിനു വേണ്ടിയായിരുന്നു നിഷ്ഫലമായ നിരർത്ഥകമായ ഈ നിലപാടുകളെന്നുകൂടി ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഇനിയെങ്കിലും ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട്. എന്തെല്ലാം പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോഴും കശ്മീരിൽ നല്ല വേരോട്ടമുണ്ട്. അവർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ 20% വോട്ടെങ്കിലും നേടിയെടുക്കാനാവുമെന്ന കാര്യം ഉറപ്പാണ്. അതെല്ലാം മുസ്ലിം വോട്ടുകളാണ്. BJPക്കോ അതിന്റെ സഖ്യകക്ഷികൾക്കോ ഒരിക്കലും കിട്ടാൻ ഇടയില്ലാത്ത വോട്ട്. ഈ വോട്ട് പക്ഷേ അവിടെ BJP വിജയിപ്പിക്കാൻ പ്രധാന കാരണമാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം അവർ ഒരിക്കലും കോൺഗ്രസിനോ PDPക്കോ നാഷണൽ കോൺഫറൻസിനോ പിന്തുണ നൽകുന്നില്ല. BJPക്കും പിന്തുണയില്ല. പിന്തുണയ്ക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ്. അവർ നേടിയെടുക്കുന്ന വോട്ടുകൾ കോൺഗ്രസിനെയും PDPയെയും നാഷണൽ കോൺഫറൻസ് പാർട്ടിയെയും പരാജയത്തിലേക്ക് നയിക്കും. അത് കണ്ടുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ പലവട്ടം ചർച്ചയ്ക്ക് വിളിച്ചതും ചായ സൽക്കാരം നടത്തിയതുമെല്ലാം. ഇതറിയാത്തവരല്ല ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും. പക്ഷേ അവർക്കും ഇപ്പോൾ വേണ്ടത് താൽക്കാലികമായ കാര്യലാഭമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ നേതാവ് ഒമർ അബ്ദുള്ള ചോദിച്ചൊരു ചോദ്യം ഏറെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്ന സ്ഥാനാർത്ഥികൾ എനിക്കെതിരെ മാത്രം മത്സരിക്കുന്നത്? BJP വക്താവ് അൽതാഫ് താക്കൂറിന്റെ ഒരു പ്രസ്താവന കൂടി ഇതോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിട്ടയക്കാനുള്ള കോടതിയുടെ തീരുമാനത്തെ BJP മാനിക്കുന്നു. എന്നാൽ ഇവരുടെ മോചനം കശ്മീരിലെ തെരഞ്ഞെടുപ്പിനെ വൻതോതിൽ ബാധിക്കും. നാഷണൽ കോൺഫറൻസിന്റെ ഒമർ സാഹിബിന് ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇതുതന്നെയാണ് BJPയുടെ ലക്ഷ്യം. ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഇപ്പോൾ വിട്ടയച്ചതിൽ സന്തോഷിക്കുന്ന BJP നേതാക്കൾ ലക്ഷ്യമിടുന്നത് BJP ഇതര വോട്ടുകൾ ഭിന്നിപ്പിച്ച് വിജയം കൊയ്തെടുക്കുക എന്നത് തന്നെയാണ്. അതിന് വഴിയൊരുക്കുന്നതാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് ഭീകര സംഘടനകളും. നോക്കൂ, ഇവിടെയാണ് സാധാരണ ജനം വിഡ്ഢിയാകുന്നത്. വർഗീയവാദികൾ എപ്പോഴും രഹസ്യമായി ബാന്ധവത്തിലായിരിക്കും. പ്രത്യക്ഷത്തിൽ അവർ ശത്രുത കാണിക്കുമെങ്കിലും കാര്യം വരുമ്പോൾ ഒറ്റക്കെട്ടാകും. അതിന് പിറകിൽ സാധാരണക്കാരന് മനസ്സിലാകാത്ത വലിയ കളികളുണ്ട്. ഹിന്ദുത്വവും ഇസ്ലാമിസവും ഒക്കെ പറഞ്ഞു നടക്കുന്ന സാധാരണക്കാരന് മനസ്സിലാകാത്ത വലിയ വലിയ കോർപ്പറേറ്റ് കളികൾ. അതറിഞ്ഞാൽ ഇവറ്റുകളെയൊന്നും ആരും വെച്ച് പൊറുപ്പിക്കുകയുമില്ല. മുഖ്യമന്ത്രിയും PDP നേതാവുമായ മെഹബൂബ മുഫ്തി ഇതിലും വലിയ ആരോപണമാണ് അവർക്കെതിരെ ഉന്നയിക്കുന്നതെന്ന് ഓർക്കണം. BJP ഇതര പാർട്ടികളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ജമാഅത്ത് പിന്തുണയോടെ മത്സരിക്കുന്ന റാഷിദിന്റെ അവാമി ഇത്ഹാദ് പാർട്ടിയുടെ പ്രചാരണങ്ങൾക്ക് പ്രധാനമന്ത്രി മോദിയുടെ BJP ധനസഹായം നൽകിയെന്നും മുഫ്തി ആരോപിക്കുന്നുണ്ട്. ജമാഅത്തിന് വിജയസാധ്യതയുണ്ടെങ്കിൽ ഈ ചർച്ച വ്യത്യസ്തമായിരിക്കും. വാസ്തവത്തിൽ അവർക്ക് ഒരു സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ അത് BJPയുടെ വിജയത്തിന് കാരണമായി മാറും എന്നാണ് മെഹബൂബ മുഫ്തി വിലയിരുത്തുന്നത്. അർത്ഥഗർഭമായ ഒരു വിലയിരുത്തലാണ് ഇത്. ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയും BJPയുമായുള്ള ബാന്ധവത്തെക്കുറിച്ച് സംശയം ഉണരുന്നത്. BJPക്ക് ജമാഅത്തിനോടുള്ള പ്രണയം കൊണ്ടല്ല ജയിലിൽ കിടക്കുന്നവരെ പോലും മത്സരിക്കാൻ അനുവദിക്കുന്നത്. അവർക്ക് ജയിക്കാനുള്ള ഒരു പൂഴിക്കടകൻ എന്ന നിലയിലാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തവരല്ല ജമാഅത്ത് നേതാക്കൾ. പക്ഷെ അവർക്ക് ഇതിലൂടെ ലഭിക്കുന്ന താൽക്കാലിക നേട്ടങ്ങളിൽ മാത്രമാണ് കണ്ണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നയംമാറ്റം. എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൾ റഷീദിനെ മോചിപ്പിച്ചതും അതിനുവേണ്ടിയാണ്. മോചിതനായി 5 ദിവസത്തിനകം തന്നെ റാഷിദിന്റെ അവാമി ഇത്തിഹാദ് പാർട്ടി ജമാഅത്തുമായി സഖ്യം പ്രഖ്യാപിച്ചു എന്നും ഓർക്കണം. ഇതെല്ലാം BJPയും ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും തമ്മിൽ നടത്തിയ നിരന്തരമായ ഡൽഹി ചർച്ചകളുടെ ഫലം തന്നെയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല. അടിയന്തരാവസ്ഥക്കാലത്ത് ഒന്നിച്ച് ജയിലിൽ കിടന്നത് മുതൽ ഈ ചങ്ങാത്തമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പല നേതാക്കൾക്കും BJP നേതാക്കളുമായി രഹസ്യമായി അടുത്ത ബാന്ധവം ഉണ്ട്. പുറത്ത് അറിയില്ല എന്ന് മാത്രം. പുറത്ത് പറയുകയുമില്ല, കാണിക്കുകയുമില്ല. പണ്ട് BJP ഉൾപ്പെടുന്ന ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്ത് BJP ആദ്യമായി അധികാര സ്ഥാനത്ത് എത്തിച്ചതിൽ കശ്മീരിലെ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജമാഅത്ത് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ചരിത്രം പഠിക്കുന്ന ആരും നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ആവർത്തനമാണ് കഴിഞ്ഞ സെപ്റ്റംബർ 8 ദക്ഷിണ കശ്മീരിലെ തങ്ങളുടെ ശക്തി കേന്ദ്രമായ കുൽഗാമിലെ പൊടി നിറഞ്ഞ മൈതാനത്ത് തടിച്ചുകൂടിയ 100 കണക്കിന് ജമാഅത്ത് അനുഭാവികളെ അഭിസംബോധന ചെയ്ത് തെരഞ്ഞെടുപ്പാണ് കശ്മീർ മേഖലയുടെ ദുരിതത്തിൽ നിന്നുള്ള മോചനത്തിന് ഏക വഴിയെന്ന് ജമാഅത്ത് നേതാക്കൾ തറപ്പിച്ച് പറഞ്ഞത്. ഇവിടെ BJPക്കെതിരെയോ കേന്ദ്ര സർക്കാരിന്റെ കശ്മീർ നയങ്ങൾക്കെതിരെയോ
ശക്തമായ പ്രതിഷേധം ഉയർന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഉയർന്നത് ജയിൽ മുക്ത കശ്മീർ എന്ന മുദ്രാവാക്യം മാത്രമാണ്. മുമ്പില്ലാതെ പോയ ഈ വിവേകം എന്തുകൊണ്ട് ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉണ്ടായി എന്നതാണ് പ്രസക്തമായ ചോദ്യം. അതിന് കിട്ടുന്ന ഉത്തരം BJPയെ വിജയിപ്പിച്ച് താൽക്കാലിക നേട്ടം കൊയ്തെടുക്കുക എന്നത് തന്നെയാണ്, മറ്റൊന്നില്ല. ബലിപീഠത്തിൽ നിന്നും തെറിച്ചു വീഴുന്ന ചോരത്തുള്ളികൾ പോലും തങ്ങളുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഇത്തരം വർഗീയ വിഷവിത്തുക്കളെ ഇനിയെങ്കിലും ജനം തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ നാട് രക്ഷപ്പെടുകയുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.